ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് കയറിയത്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വണ്ടിയുടെ വലിയ പിക്കപ്പൊക്കെ വളരെ ലോ ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ നിലവിൽ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ആയിരുന്നു, കാർബറേറ്റർ അതേപോലെ കംപ്ലയിൻ്റ് ഉണ്ട്, ചോക്ക് കേബിൾ കംപ്ലയിൻറ്റ്, അങ്ങനെ ഒന്നോ രണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് വണ്ടി. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസിനകത്ത് നമ്മളതിൻ്റെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം നല്ല ലൈനറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. കാരണം നമുക്ക് അതിൻ്റെ ഈ സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ നമുക്ക് ഒട്ടും പിടുത്തമില്ലാത്തൊരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. കഴിയുമെങ്കിൽ ടയർ മാറ്റിയിടുന്നതാണ് നല്ലത്. അത് കമ്പനി മോഡൽ ടയർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി ബ്ലോക്കാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൂടാതെ കൊണ്ട് കാർബറേറ്ററിലും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഈ ക്ലച്ച് ഷാഫ്റ്റുമേ ഓയിൽ സീലുമേന്ന് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് ആ കൈയോടെ ഓയിൽ സീൽ മാറ്റിയിടാം. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ ഓയിലും ചെക്ക് ചെയ്യണം. കാരണം അത് കൂടി 120 മില്ലി ഓയിലാണ് നമുക്ക് അതിനകത്ത് വന്നെ. അപ്പോൾ അത് ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഓയിൽ മാറ്റാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണേ. അപ്പോൾ ബെൽറ്റ് ഇപ്പോൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴിപ്പെടുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഈ കണ്ടീഷൻ ഓടിക്ക് കൂടിയത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിയിൽ പെടുമായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിലാണ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ വിണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. നിലവിൽ വേറെ തേമാനമുണ്ട്, പക്ഷേ വലിയ കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നല്ലൊരു പ്രശ്നമില്ല. ക്ലച്ച് ഷൂ ആവറേജ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ക്ലച്ച് ഷൂ പിടിപ്പിക്കുന്ന ഈ പ്ലേറ്റിൻ്റെ ഈ പിന്നുമ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ആ ക്ലച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബറുകളൊന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കാരണം അത് ശരിക്കും ചതഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ക്ലച്ച് യൂണിറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. അത് നമ്മൾ ഓരോ 10,000 കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ഓരോ സർവീസിലും അത് ചെക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ എല്ലാ സർവീസിലും നമ്മൾ ഇവിടെ വരുമ്പോൾ ജനറൽ സർവീസായിട്ടാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിക്കഴിഞ്ഞാൽ കൈയോടെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോവാറാണ് പതിവ്. അത് നമ്മൾ 10,000 കിലോമീറ്റർ ബേസ് ചെയ്ത് നോക്കാറില്ല. കംഫർട്ടല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൈയോടെ അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടും. അപ്പോൾ ഇത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. കംപ്ലയിൻറ്റ് അങ്ങനെ വേറെ പ്രോബ്ലംസോ തുരുമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. അത് കാരണം നമ്മൾ അതും കൂടി ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാർബറേറ്ററിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കൊക്കെ കയറി പ്രോബ്ലത്തിലേക്ക് എത്തിയായിരുന്നു. അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് വേണം നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആയിക്കോളും. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റിയിടണം. പ്ലഗിനകത്തും നല്ല രീതിയിൽ കരി കയറിയിട്ടുണ്ട്. ഈ കാർബൺ വരാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എയർ കുറയുമേ, അതായത് എയർ ഫിൽറ്ററിനകത്ത് പൊടി കയറിയിട്ട് എയറിൻ്റെ ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പവർ ആവശ്യമുള്ളത് നമ്മൾ ആക്സിലറേറ്റർ ഓപ്പൺ ചെയ്യും. അപ്പോൾ പെട്രോളാണ് കൂടുതൽ അറിയിച്ചില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇത് വലിയ പ്ലഗിന് കാര്യമായിട്ട് പഴക്കമുണ്ടായിട്ടല്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ കരി കയറിയാൽ ഷോർട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കരി ഹെഡിനകത്തും പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഹെഡിനകത്ത് പോസിബിൾ അല്ല, നമുക്ക് പുറമേ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നടക്കില്ല. അത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് തന്നെ വേണം. അപ്പോൾ നമുക്ക് പുറമേ നമുക്ക് ചെയ്യാവുന്ന വർക്കുകൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ചോക്ക് കേബിൾ ഔട്ടർ വലിഞ്ഞ് നിൽക്കണേ. അതേപോലെ ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 കേബിളുകൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. അതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് ഒരു പോയിൻറ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ അത് നമുക്കത് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ആ ഭാഗമൊന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാലാണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ക്യാമൊക്കെ അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത്. ഇത് ഇരിക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. ബാറ്ററി നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ 12.74 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.5 വോൾട്ട് എന്നൊക്കെ വെച്ചാൽ കംഫർട്ടായിട്ടുള്ള വോൾട്ടാണ്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും ഈ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ആദ്യം നമുക്ക് വരുന്നത് സെൽഫിൻ്റെ പ്രോബ്ലം ആയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് വരാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സ്വിച്ച് കറക്റ്റല്ല വർക്കിങ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കൂട്ടത്തിൽ തന്നെ നമുക്കത് മാറ്റി കളഞ്ഞേക്കാം കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പാണ്, അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം, എഞ്ചിൻ ഓയിൽ മാറാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളൊന്നും ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ നമുക്ക് മാറാം, അത് നമുക്ക് സർവീസിൽ മാറ്റേണ്ടി വരുന്ന ഐറ്റം തന്നെയാണ്. പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ മാറ്റാം, എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം, ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിളാണ് നമുക്ക് മാറ്റേണ്ടത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ക്ലച്ചിനകത്ത് വരുമ്പോൾ ക്ലച്ച് ഷൂവിൻ്റെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ഉണ്ട്, ബെൽറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബർ സെറ്റുകൾ. ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.